ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വെക്ടറിന്റെ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആണ്. വെക്ടറിലെ രണ്ട് ടൈപ്സ് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ പഠിക്കുന്ന പേര് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഈ ക്ലാസ് ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻ ഇടാം. അപ്പൊ നമുക്ക് ഞാൻ കൂടുതൽ ഡെഫിനേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ വെച്ചിട്ടുള്ള ഡെഫിനേഷൻ ഒന്നും അല്ല നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോ എ ഡോട്ട് ബിയുടെ ശരിക്കും പറഞ്ഞ ഡെഫിനേഷൻ ഇതാണ്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. A1i പ്ലസ് A2j പ്ലസ് A3k എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട് എ എന്നുള്ളത്. അതുപോലെ ബി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. B1i പ്ലസ് B2j പ്ലസ് B3k. എക്സാം പോയിന്റിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് വെക്ടറിന്റെ ഫുൾ ഡെഫിനിഷൻ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞ എ ഡോട്ട് ബിയുടെ ഫോർമുല, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാല് മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഫോർമുല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ അതിന്റെ സ്കിപ്പ് ചെയ്യണേ. എ ഡോട്ട് ബിയുടെ ഫോർമുല പ്രോബ്ലത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് മൊത്തം ഡെഫിനിഷൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. എ ഡോട്ട് ബി പറഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സ് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, നമ്മൾ ആ വെക്ടർ എടുത്ത് എഴുതാണ് A1i പ്ലസ് A2j പ്ലസ് A3k ഒരു വെക്ടർ ഡോട്ട്. പ്രോബ്ലത്തിൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. B3k ഈ രണ്ട് വെക്ടർ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാന്ന് പറഞ്ഞാല് ഈ ഐയുടെ കോഎഫിഷ്യന്റ് ഇല്ലേ, ഐയുടെ കോഎഫിഷ്യന്റ് അവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക, A1 ഇൻറ്റു B1. മനസ്സിലായോ? ഐയുടെ കോഎഫിഷ്യന്റ് ഇവിടുത്തെ ഐയുടെ കോഎഫിഷ്യന്റ് അപ്പുറത്തെ ഐയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ പ്ലസ്, പിന്നെ അടുത്തത് എന്താ, ജെയുടെ കോഎഫിഷ്യന്റ് അവിടുത്തെ ജെയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, A2 ഇൻറ്റു B2 പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് കെയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, A3 ഇൻറ്റു B3. അപ്പൊ എ ഡോട്ട് ബിയുടെ ഡെഫിനിഷൻ വെച്ചിട്ടൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, നമുക്ക് ഇത് ആവശ്യമുള്ളൂ, ഇത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ എ ഡോട്ട് ബിയുടെ ഫോർമുല എന്താ, A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. എ ഡോട്ട് ബി ഈക്വൽ ടു A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. അപ്പൊ ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കട്ടോ. കിട്ടുന്ന ആൻസർ എന്റെ ഉള്ളിൽ എന്തുണ്ടാകില്ല, ഈ കിട്ടുന്ന ആൻസറിൽ എന്തില്ല, IJ ഇല്ല കേട്ടോ, വെക്ടർ നൊട്ടേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് ഈ എ ഡോട്ട് ബിയുടെ അപ്ലിക്കേഷൻ ലെവലാണ് എക്സാമിന് ചോദിക്കാറ്. കഴിഞ്ഞ വർഷം എ ക്രോസ് ബിയുടെ അപ്ലിക്കേഷൻ ആയിട്ടാണ് ചോദിച്ചത്, അതുകൊണ്ട് ഇപ്രാവശ്യം എ ഡോട്ട് ബിയുടെ അപ്ലിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? അപ്പൊ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയതൊന്നുമല്ല, കുറച്ച് പ്രോപ്പർട്ടി ഒന്നുമില്ല. ഇഫ് ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇഫ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ ആയാൽ ദെൻ, അങ്ങനെ ആയാൽ എ ഡോട്ട് ബിയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്തോളൂ. അപ്പൊ പ്രൂവ് ദാറ്റ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ എന്നായിരിക്കും ചോദിക്കുക കേട്ടോ. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്, എ ഡോട്ട് ബിയുടെ വാല്യൂ 0 എന്ന് തെളിയിച്ചാൽ മതി. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി, ആ രണ്ട് വെക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുക, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ആ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, എ ഡോട്ട് ബി. 0 ആണെങ്കിൽ എന്ത് വിളിക്കാം, ആ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്തോളൂ. വളരെ സിമ്പിൾ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ദെൻ ഇവിടെ ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള വെക്ടേഴ്സ് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും തമ്മിലുള്ള ആംഗിൾ കാണാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ആംഗിൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ഇതാണ്, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് 3 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ വർഷം ഇതൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതൊക്കെ ചോദിക്കുന്നതാണ്. നിങ്ങളെ മാർച്ച് 2022 ഇത് ചോദിച്ചിട്ടില്ല, ഇപ്രാവശ്യം പ്രതീക്ഷിച്ചോളൂ. ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻ ഉണ്ട്, അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്, കോസ് ഇൻവേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ രണ്ട് വെക്ടർ ഡോട്ട് ആണ് കേട്ടോ.
എ ഡോട്ട് ബി ബൈ മോഡ് വെക്ടർ ഇൻറ്റു മോഡ് വെക്ടർ ബി. ഏകദേശം ഇതുപോലെ തന്നെയാണ് ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിനിൽ വ്യത്യാസം. ചെറിയൊരു വ്യത്യാസം എന്തെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതും നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കാം. അത് നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച 3 മാർക്കിന്. അപ്പൊ ഇത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ചുമ്മാ എഴുതിക്കുന്നുള്ളൂ, പേടിക്കുന്നു വേണ്ട. കോസ് ഇൻവേഴ്സ്, കോസ് എന്ന് കണ്ടിട്ട് ഞെട്ടണ്ട. കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്താണ്? ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കാണേണ്ടത്. എന്താണ്? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. എഴുതിയെടുക്കാം ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റിൽ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഹെഡിങ് എഴുതാം, പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഒരു സിമ്പിൾ ഫോർമുലയാണ്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഇതാണ് ഫോർമുല. അതിന്റെ ആൻസർ ഈസ് എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഓക്കെ, എന്ത് കാണാൻ ചോദിച്ചാൽ എ ഡോട്ട് ബി കണ്ടുപിടിക്കണേ. എ ഡോട്ട് ബിനെ രണ്ടാമത്തെ മോഡുലസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താണ് ഫോർമുല? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പൊ ഓൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ആളില്ലേ, ഓൺ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ആൾ, അതാണ് ഡിനോമിനേറ്റർ എഴുതുന്നത് കേട്ടോ. അപ്പൊ തിരിച്ച് ചോദിച്ചാലോ, പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്ന് ചോദിച്ചാലോ, ഡിനോമിനേറ്ററിൽ എ വരും കേട്ടോ, മോഡുലസ് ഓഫ് എ. അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പ്രൊജക്ഷൻ ഓഫ് ഒരു വെക്ടർ തരും, ഓൺ അടുത്ത വെക്ടർ തരും. അപ്പൊ ഓണിന്റെ വെക്ടർ ആണ് ഡിനോമിനേറ്റർ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? നമുക്ക് മൂന്നിന്റെയും പ്രോബ്ലം ഒരെണ്ണം ചെയ്യാം കേട്ടോ. ഓരോ പ്രോബ്ലം വെച്ച് ചെയ്യാൻ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ ക്വസ്റ്റൻ എഴുതിക്കോളൂ. ഇതിന്റെ ക്വസ്റ്റൻ എഴുതിക്കോളൂ. എഴുതാം, find the projection of the vector a equal to projection of the vector a equal to 2i plus 3j plus 2k. 2i plus 3j plus 2k on the vector b equal to. അപ്പൊ ഓൺ ദി എന്ന് പറയുന്നതാണ് താഴെ വരുന്നുണ്ട് കേട്ടോ. പേര് ചിലപ്പോ മാറി, എ ബി എന്നൊക്കെ പേരൊക്കെ മാറി കൊടുക്കും. ഓക്കെ, ഓൺ ദി വെക്ടർ ബി ഈക്വൽ ടു i plus 2j plus k. ക്ലിയർ ആയോ? i plus 2j plus k. ഓക്കെ, അപ്പൊ എടുത്ത് എഴുതാണ്, ശ്രദ്ധിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലേ ആദ്യം കുറച്ച് സ്റ്റെപ്പ് ഒക്കെ എഴുതാ. എ ഈക്വൽ ടു എടുത്ത് എഴുതാം. a equal to 2i plus 3j plus 2k. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? b equal to എടുത്ത് എഴുതാം. b equal to i plus 2j plus k. നമ്മൾ ആദ്യം a dot b കണ്ടുപിടിക്കുക. a dot b എന്ന് പറഞ്ഞാൽ എന്താ? 2i plus 3j plus 2k. ഇത് a. ഓക്കെ അല്ലേ? ഡോട്ട് ബി. ബി ആരാണ്? i plus 2j plus k. അത് b. ഡോട്ട് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഐയുടെ ടേമുകളോട് ആരാ? ഇവിടെ 2, അവിടെ ഒന്നുമില്ല. അപ്പൊ 1. അപ്പൊ 2 into 1 പ്ലസ്, സെന്ററിൽ പ്ലസ്, എപ്പോഴും പ്ലസ് കേട്ടാ. രണ്ടാമത് 3 into 2 പ്ലസ്, മൂന്നാമത് 2 into 1. നേരെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കും. സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ നേരെ അടിച്ചു കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. 2 plus 6 plus 2 6 4 10 അല്ലെ, 10. അപ്പൊ എ ഡോട്ട് ബി കണ്ടുപിടിച്ചു കണ്ടോ. ഇനി എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് ബി കാണണം. അപ്പൊ ബി എടുത്ത് എഴുതാം. ബി എന്ന് പറഞ്ഞ എന്തായിരുന്നു? i plus 2j plus k ആണ്. മനസ്സിലായോ? അപ്പൊ മോഡുലസ് ഓഫ് വെക്ടർ ബിയോ നമ്മൾ പറഞ്ഞ മോഡുലസ് പറഞ്ഞാൽ 1 സ്ക്വയർ, i അല്ല 1 കേട്ടോ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ റൂട്ട് 1 പ്ലസ് 4 പ്ലസ് 1. ഇങ്ങനെയാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതന്നെ, ഐയുടെ ടൈമിന്റെ സ്ക്വയർ, ജെയുടെ ടൈമിന്റെ സ്ക്വയർ, കെയുടെ ടൈമിന്റെ സ്ക്വയർ. അപ്പൊ ഇത് കിട്ടി. ഇനി ഇത് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്ത് എഴുത ഫോർമുല. പ്രൊജക്ഷൻ ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ പ്രൊജക്ഷൻ ഓഫ് എ on the vector b is
ഈ ഫോമിലാണ് എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി, അതായത് 10/√6 കേട്ടോ. അതിന് വെട്ടി ചെറുതാക്കണൊക്കെ ചെറുതാക്കാൻ തൽക്കാലം അങ്ങനെ മതി. 10/√6 ആൻസർ ഇതാണ് 10/√6. ഓക്കെ അല്ലേ? അപ്പൊ എക്സാമിന് ചോദിച്ചാൽ എഴുതിക്കോളൂ. പ്രൊജക്ഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാല് എ ഡോട്ട് ബിനെ ബിയുടെ മോഡുലസ് ആണ് ഡിവൈഡ് ചെയ്യുക കേട്ടോ. എളുപ്പമാണല്ലോ, പഠിച്ചെടുക്കുക എളുപ്പമാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്, ഒന്ന് നോക്കുക. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്വസ്റ്റൻ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. പ്രൊജക്ഷൻ ഓഫ് എ ആൻഡ് ബി വേറെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കട്ടെ, ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ. ക്ലിയർ? അടുത്തതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സിന്റെ പ്രോബ്ലം ആണ്. ക്വസ്റ്റൻ എഴുതാം. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. വെക്ടർ എ ഈക്വൽ ടു I plus j minus k and vector b equal to I minus j plus k. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണാനാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ആംഗിളിന്റെ ഫോർമുല എന്തായിരുന്നു? കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. അപ്പൊ ആദ്യം നമുക്ക് എ ഡോട്ട് ബി കാണാം, മോഡ് വെക്ടർ എ മോഡ് വെക്ടർ ബി കാണണം അല്ലെ. അപ്പൊ മോഡ് വെക്ടർ എ എന്ന് കണ്ടുപിടിക്കാണ്. മോഡ് വെക്ടർ എ റൂട്ട് ഓഫ് എന്താണ്? 1² പ്ലസ് 1² പ്ലസ് -1 ഹോൾ സ്ക്വയർ. അപ്പൊ √3. മോഡ് വെക്ടർ ബിയോ അതും 1² റൂട്ട് ഓഫ് 1² പ്ലസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 1². കാൽക്കുലേറ്റർ ഹോൾ സ്ക്വയർ എഴുതണം, അല്ലെങ്കിൽ തെറ്റി കൂട്ടാം. √3. അപ്പൊ 2 √3 ആണ്. ഇനി എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. ഏതായാലും കുഴപ്പമില്ല, ആദ്യം എ ഡോട്ട് ബി കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. എ ഡോട്ട് ബി കാണാണ്. എയുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? I plus j minus k ഡോട്ട് I minus j plus k. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. 1 into 1 plus 1 into -1 plus -1 into 1. അപ്പൊ എത്ര വരിക? 1 -1 -1. ആൻസർ -1 അല്ലേ? -1 കിട്ടിട്ടാ. അപ്പൊ തീറ്റ ഈക്വൽ ടു, ആംഗിളിന്റെ ഫോർമുല എന്താണ്? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ ഇൻറ്റു മോഡ് വെക്ടർ ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ഇൻവേഴ്സ് -1 ബൈ √3 ഇൻറ്റു √3. ഇതാണ് ആൻസർ. √3 ഇൻറ്റു √3 3 അല്ലേ? അപ്പൊ തീറ്റ ഈക്വൽ ടു എന്തായിരുന്നു നമുക്ക്? കോസ് ഇൻവേഴ്സ് -1/3. അതിന് വാല്യൂ എഴുതാൻ നിൽക്കണ്ട, ചുമ്മാ അങ്ങനെ എഴുതിച്ചാൽ മതി കേട്ടോ. ഓക്കെ, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മാത്രം പറഞ്ഞ് എഴുതിച്ചാൽ മതി. കാൽക്കുലേറ്റർ സയന്റിഫിക് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതിച്ചാൽ മതി. എല്ലാവരുടെ കയ്യിൽ സയന്റിഫിക് ഉണ്ടാവണമെന്നില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോ എക്സാം ചോദിക്കുന്നതാണ്. ഇത് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള സോൾവ്ഡ് എക്സാമ്പിൾ ആണ് എടുത്തത്. കാരണം നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ടെസ്റ്റിലെ സോൾവ്ഡ് എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടെസ്റ്റിലുള്ള എക്സാമ്പിളുകളാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നന്നായി പഠിച്ചുകൊണ്ടേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മോഡുലസ് കാണാം, ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ മോഡുലസ് കാണാം. എ ഡോട്ട് ബി കണ്ടുപിടിക്കുക. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ ഇൻറ്റു മോഡ് വെക്ടർ ബി. ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ അല്ലേ? ജസ്റ്റ് എഴുതിയെടുക്കുക. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് എഴുതാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് അവസാനിപ്പിക്കാനാണ്. പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുക. അപ്പൊ ചിലപ്പോ സിമ്പിൾ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് എ ഡോട്ട് ബി, നമുക്ക് എ ഡോട്ട് ബി 0 ആണ് കിട്ടുന്നെങ്കിൽ പ്രൂവ് ദാറ്റ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് വെക്ടറുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഒരിക്കൽ ചോദിച്ചതാണ്, ഞാൻ കണ്ട ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈക്വൽ ടു, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോട്ട് പ്രോഡക്റ്റ് അവസാനിപ്പിക്കുകയാണ്. ഇഫ് എ ഈക്വൽ ടു 5y minus j 5y minus j minus 3k and b equal to, vector b equal to I plus 3j minus 5k, I plus 3j minus 5k. ഇങ്ങനെ രണ്ട് വെക്ടർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ വെക്ടേഴ്സ്
എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. ഷോ ദാറ്റ് വെക്ടേഴ്സ് ഒരിക്കൽ വലിയ മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇത് നമുക്ക് ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിമം ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ഷോ ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. അപ്പോ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവുന്ന എപ്പോഴാണ് ക്വസ്റ്റൻ എഴുതിയോ? ഷോ ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. എ പ്ലസ് ബിയും എ മൈനസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിച്ചോളെ, എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഡോട്ട് ബിയുടെ വാല്യൂ 0 ആണെന്ന് തെളിയിക്കണം. എയും ബിയും പെർപെൻഡിക്കുലർ ആകും കേട്ടോ. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ആരൊക്കെ പെർപെൻഡിക്കുലർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാണ്? എ അല്ല, എ പ്ലസ് ബിയും എ മൈനസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിക്കണം. ഓക്കെ, ഡോട്ട് എന്ത് ചെയ്യണം? എ മൈനസ് ബി കണ്ടുപിടിച്ചിട്ട് അതിനെ ഡോട്ട് എടുക്കണം. എ പ്ലസ് ബിയും എ മൈനസ് ബിയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ അത് 0 ആണെന്ന് തെളിയിക്കും. അപ്പൊ എ പ്ലസ് ബി കിട്ടുന്ന ആൻസർ ഉണ്ട്, എ മൈനസ് ബി കിട്ടുന്ന ആൻസർ, അവര് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. അത് രണ്ടും ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇയാളും ഇയാളും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം തുടങ്ങിക്കോളൂ. ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിച്ചോളൂ. ആദ്യം നമുക്ക് എ പ്ലസ് ബി കാണാം. എഴുതാം എ പ്ലസ് ബി. എയും ബിയും കൂടി കൂട്ടാണ്. എ എന്തായിരുന്നു? 5i മൈനസ് ജെ മൈനസ് 3k പ്ലസ് ബി ആരാണ്? i പ്ലസ് 3j മൈനസ് 5k. പ്ലസ് മൈനസ് ഒക്കെ ശ്രദ്ധിച്ച് എഴുതിക്കോളെ. ഒരു പ്ലസ് മൈനസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ആൻസർ ഒക്കെ പോയിട്ടാ. അപ്പൊ ഇത് ഐയുടെ ടേമുകൾ കൂട്ടാം. 5i പ്ലസ് i 6i മൈനസ് ജെ പ്ലസ് 3j പ്ലസ് 2j. കാൽക്കുലേറ്റർ അടിക്കുക. -1 പ്ലസ് 3 ഇതാ. -1 പ്ലസ് 3. അടുത്തത് -3 മൈനസ് 5 വരുമ്പോ -8k. അപ്പൊ ഇതാണ് എന്ത്? എ പ്ലസ് ബിയുടെ വാല്യൂ. ഓക്കെ അല്ലേ? ഇക്വേഷൻ നമ്പർ 1 അതവിടെ കിട്ടുന്നത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? എ മൈനസ് ബി കണ്ടുപിടിക്കുക. മനസ്സിലായോ? എ പ്ലസ് ബി കണ്ടുപിടിച്ചു. ഇതേപോലെ എ മൈനസ് ബി. എ മൈനസ് ബി എന്താ? 5i മൈനസ് ജെ മൈനസ് 3k മൈനസ് പ്ലസ് 3 കേട്ടോ. മൈനസ് i പ്ലസ് 3j മൈനസ് 5k. മൈനസ് വരുമ്പോ ശ്രദ്ധിച്ചോളണേ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോടാ. അപ്പൊ ഇങ്ങനെ എഴുതാം 5i മൈനസ് ജെ മൈനസ് 3k. നോക്കാം, മൈനസ് വരുന്നത് കൊണ്ട് ബ്രാക്കറ്റിലേക്ക് എല്ലാവർക്കും മൈനസ് കൊടുക്കണം. -i മൈനസ് 3j പ്ലസ് 5k. അത് മറക്കരുതേ. മൈനസ് വരുമ്പോ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എല്ലാത്തിലേക്കും എന്ത് കൊടുക്കണം? ആ മൈനസിന് കൊടുക്കണം. ഇപ്പൊ നോക്കുക, 5ൽ നിന്ന് 1 കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ 4i മൈനസ് ജെ മൈനസ് 3j വരുമ്പോ മൈനസ് 4j മൈനസ് 3 പ്ലസ് 5 പ്ലസ് 2k. ഇതാണ് എന്ത് നമുക്ക് കിട്ടിയത്? എ മൈനസ് ബി കിട്ടി, എ പ്ലസ് ബി കിട്ടി. നമ്മൾ ഇനി ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഡോട്ട് പ്രോഡക്റ്റ് എ മൈനസ് ബി ഡോട്ട് എ പ്ലസ് ബി ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്ക് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി. എ മൈനസ് ബി എ പ്ലസ് ബിയും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? അതായത് 6i പ്ലസ് 2j മൈനസ് 8k നെ ആരുമായിട്ട്? എ മൈനസ് ബിനെ കൊണ്ട് ഡോട്ട് എടുക്കുന്നു. എ മൈനസ് ബി ആരായിരുന്നു? 4i മൈനസ് 4j പ്ലസ് 2k. ക്ലിയർ അല്ലേ? ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നടത്തതുപോലെ ആദ്യത്തെ ടേമുകൾ കുടിക്കുക. 6 × 4 പ്ലസ് 2 × -4 പ്ലസ് -8 × 2. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. 6 × 4 6 24 -2 8 -2 16 24 -24 8 ആൻസർ 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. therefore എന്ത് പറയാം? therefore എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. അവരെന്താണ്? പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി കണ്ടുപിടിക്കുന്നു, എ മൈനസ് ബി കണ്ടുപിടിക്കുന്നു, ഇവര് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുക, ആൻസർ 0 കിട്ടിക്കേട്ടാ.
ക്ലിയർ ആണല്ലോ. ഇതാണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിലുള്ളത്. ഡോട്ട് പ്രോഡക്റ്റിലെ അപ്ലിക്കേഷനായിട്ട് ചോദിക്കുന്ന 3 കാര്യങ്ങൾ ഇതായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ? ആൻസർ 0 കിട്ടിയില്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്നാണെങ്കിൽ 0 കിട്ടും. എന്നിട്ട് 0 കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. അപ്പൊ 0 ആക്കി കൊടുക്കട്ടെ. പ്രൂവ് ദാറ്റ്. ചെക്ക് വെദർ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പ്രൂവ് ദാറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 0 കിട്ടേണ്ടതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതൊന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഡോട്ട് പ്രോഡക്റ്റിൽ ചോദിക്കുന്ന ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അത്രയും ഒന്ന് പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ക്രോസ് പ്രോഡക്റ്റോട് ചെയ്ത് ഇതൊന്ന് അവസാനിപ്പിക്കാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്രോസ് പ്രോഡക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് ഇപ്രാവശ്യം ഡോട്ട് പ്രോഡക്റ്റ് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിച്ചോളണേ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആൻസർ ചെയ്യാനൊക്കെ ഈസിയാണ്. ഇനി അധികം സമയമൊന്നുമില്ല. ഇന്നും നാളെ മറ്റന്നാൾ എക്സാം അല്ലേ. അപ്പൊ നന്നായിട്ട് പഠിക്കട്ടോ.